ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഒരു വെഡ്ഡിംഗ് ഡ്രസ്സ് അപ്സൈക്കിൾ ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ചാനൽ ആദ്യം മുതലേ കാണുന്നവരാണെങ്കിൽ അറിയുന്നുണ്ടായിരിക്കും. ഞാൻ കൂടുതലും ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്സൈക്കിൾ വീഡിയോസ് ആയിരുന്നു. അതായത് എന്താ പറയുക, പഴയൊരു ഡ്രസ്സിന് ഞാൻ പുതിയ മോഡലിലേക്ക് ആക്കുന്ന രീതിക്കുള്ള വീഡിയോസ് ആയിരുന്നു കൂടുതലും ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഇതുപോലത്തെ ഹെവി ആയിട്ടുള്ള വെഡ്ഡിംഗ് ഡ്രസ്സൊന്നും അപ്സൈക്കിൾ ചെയ്തിട്ടില്ലായിരുന്നു. അതിനൊക്കെ ഓർഡറൊക്കെ വരൽ തുടങ്ങിയപ്പോൾ ഞാൻ അപ്സൈക്കിളൊക്കെ ചെയ്യൽ കുറച്ച് ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് മുമ്പായിട്ട് എനിക്കൊരു മെസ്സേജ് വന്നു. മെസ്സേജ് ഇങ്ങനെ ആയിരുന്നു, ഒരു ലെഹങ്ക ഉണ്ട്, അതൊന്ന് അടിക്കാൻ പറ്റുമോ എന്നുള്ള ഇങ്ങനെ മാത്രമായിരുന്നു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ലെഹങ്ക ചെയ്ത് കൊടുക്കാനായിരിക്കും. ഓക്കെ, റെഫറൻസ് അയച്ചോളി എന്ന് പറഞ്ഞപ്പോൾ അവര് ഈ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്സൈക്കിൾ ചെയ്യാനുള്ളതാണെന്നുള്ളത്. അപ്പം പിന്നെ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിച്ചു, ഏത് രീതിക്കാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ റെഫറൻസ് ആണ് അവർ അയച്ചത്. ഇതുപോലെ ഒരു സറാറ സെറ്റ് പോലെയാണ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കസ്റ്റമർ ഹന്നയാണ് കേട്ടോ എനിക്ക് ഈ വർക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ആള് സ്ഥലം വരുന്നത് രാമനാട്ടുകരയാണ്. ഓക്കെ, അപ്പൊ അത്യാവശ്യം നല്ലോണം വർക്ക് വരുന്ന ബീഡ്സ് വർക്ക് വരുന്ന ഒരു ഡ്രസ്സാണിത്. അറിയാമല്ലോ, വെഡ്ഡിങ് ഡ്രസ്സ് ആണല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല വർക്ക് തന്നെ ഇതിനുണ്ടായിരുന്നു. പിന്നെ അവർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫുൾ സ്ലീവും ആക്കണം. അതേപോലെ ഷോള് നല്ല ഹെവി ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഈ ഷോളിനെ എന്താ പറയുക, അങ്ങനെ നോർമൽ ഇടാൻ പറ്റുന്ന രീതിക്കുള്ളൊരു ഷോളും കൂടെ ആക്കണം, ഹെവി ഒന്നും ഇല്ലാണ്ട്. അതൊക്കെ ആയിരുന്നു അവരെ കണ്ടീഷൻ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വീനെക്ക് ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റൗണ്ട് നെക്ക് കട്ട് ചെയ്തത് ഒരിക്കലും നമുക്ക് വീനെക്ക് ആക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇച്ചിരി ടൈറ്റ് ഉണ്ടെന്നൊന്ന് ലൂസാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കഴിയുമെന്ന് സ്റ്റിച്ച് കഴിക്കാനുള്ള കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതും ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കട്ടിങ് ആയിരുന്നു നല്ല പണി. ഫുൾ ബീഡ്സ് വർക്ക് ആയതുകൊണ്ട് നമുക്കിതിങ്ങനെ അങ്ങനെ എന്താ പറയുക, നാലാക്കി മടക്കിയിട്ടിട്ട് കട്ട് ചെയ്യൽ വൺ ടാസ്ക് ആയിരുന്നു. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കത്രികേൻ്റെ മൂർച്ച ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വെഡ്ഡിങ്ങിൻ്റെ ഡ്രസ്സാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പം നമ്മളിത് അവർ വിചാരിച്ച പോലെ ഇത് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പണി കിട്ടുമല്ലോ. അപ്പോൾ ആ ടെൻഷൻ നല്ലോണം ഇത് ചെയ്ത് കഴിയോളുണ്ടായിരുന്നു. കാരണം നമ്മൾ അത്രയും വിശ്വസിച്ച് നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചൊരു ഡ്രസ്സാണ്. വെഡ്ഡിങ് ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്രയും സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. അപ്പോൾ എന്നെ വിശ്വസിച്ച് തന്ന സംഭവം ആയതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൈ ആകെ എന്തോ പറയുക, ഒരുമാതിരി വേദനിച്ചിട്ട് ചുമന്ന് തുടുത്തിട്ടുണ്ടായിരുന്നു സംഭവം. അങ്ങനെ ആ വലിയൊരു സംഭവം ഉണ്ടല്ലോ, അതങ്ങോട്ട് കട്ട് ചെയ്ത് വെച്ചപ്പോൾ തന്നെ കുറേ സമാധാനമായി. പിന്നെ നമ്മളിതാ ഈ ഷോളിൻ്റെ ഹെവിനെസ്സും കുറച്ചിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതും കൂടെ ആയിരുന്നു. അപ്പം നമ്മൾ എന്താ പറയുക, ആ അടിയത്തെ വേറൊരു മെറ്റീരിയൽ ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ പാൻറ്റിന് വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ വേറെ എക്സ്ട്രാ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു. 3 മീറ്റർ സാറ്റിനും 3 മീറ്റർ നെറ്റും അങ്ങനെ നോക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സൂചി പൊട്ടൽ മസ്റ്റാണ്. ഇങ്ങനെ വെഡ്ഡിങ് ഡ്രസ്സ് എത്ര 3-4 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് സൂചി പൊട്ടിയിട്ടുണ്ട്. പൊട്ടിയിട്ടില്ല, വളഞ്ഞു നിന്നതായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഇതായിരുന്നു. സ്റ്റിച്ച് ചെയ്യാനിരുന്നപ്പോൾ പിന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ പോലെ അത്രയ്ക്ക് നല്ല പണി ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇത് സ്റ്റോൺ വർക്ക് ആയതുകൊണ്ട് നമുക്ക് കുത്തി പൊട്ടിക്കാൻ പറ്റില്ല. ബീഡ്സ് വർക്കൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ കുത്തി പൊട്ടിച്ചാൽ പൊടിഞ്ഞു പോകും. ഇത് പൊടിഞ്ഞു പോവില്ല. അപ്പം ഞാനിതിങ്ങനെ നഗായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്തിടുകയെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഡ്രസ്സിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് കഴിയോളം എൻ്റെ ഡൈനിങ് ഹാളിൻ്റെ അവസ്ഥ ഇതായിരുന്നു, സ്വാഭാവികം. അപ്പോൾ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആൾ പറഞ്ഞിട്ടുള്ള റിവ്യൂ ഒക്കെ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ആദ്യം ഞാൻ പലാസോ പാൻറ്റ് കാണിക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേറെ മെറ്റീരിയൽ കറക്റ്റ് കളർ നോക്കിയിട്ട് അങ്ങനെ മെറ്റീരിയൽ എടുത്തതാണ്. കറക്റ്റ് എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് കളർ തന്നെ കിട്ടിയിട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ സാറ്റിലും നെറ്റും കൂടെയാണ് ചെയ്തിട്ടുള്ളത്. സാറ്റിൻ ലൈനിങ്ങും കൊടുത്തു, നെറ്റിന് സാറ്റിന് ലൈനിങ് കൊടുത്തു. ഓക്കെ, അങ്ങനെ ചെയ്തു. പിന്നെ ടോപ്പ് വന്നിട്ട് ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫുൾ സ്ലീവൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് സത്യം പറഞ്ഞ സമാധാനം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ആളെ കയ്യിൽ കിട്ടോളം. ഓക്കെ, ഇങ്ങനെയാണ് ഷോൾ വന്നിട്ടുള്ളത്. നല്ലോണം ഹെവിനെസ് കുറച്ചിട്ട് സിമ്പിളാക്കി ചെയ്തു. ഒരു ഭാരം കാര്യം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഷോളിന്. ഇട്ടിട്ടാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ ഇതായിരുന്നു കേട്ടോ കസ്റ്റമറിൻ്റെ റിവ്യൂ. ഡ്രസ്സൊക്കെ കിട്ടി, ഡ്രസ്സൊക്കെ അടിപൊളി, എല്ലാവർക്കും ഇഷ്ടമായി. നല്ല ഉണ്ട്, അടിച്ചത് അടിപൊളിയായിന്.
ഇൻഷാല്ല ഇനിയും ഇതുപോലത്തെ തോനെ വർക്കുള്ള ഇല്ലാത്തതായിട്ട് തുണിയായിട്ടൊക്കെ അടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാല്ല തരണ്ട്.